കടുകുമണി കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയിൽ അയക്കപ്പെട്ടവർ. MSDയുടെ മാധ്യമ വിഭാഗവും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷകരെല്ലാവരും തന്നെ ആകാംക്ഷഭരിതയോടെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യോത്തരങ്ങളും അവയുടെ വിജയികളുമാണല്ലോ. കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യങ്ങൾ: ഒന്നാമത്തെ ചോദ്യം, പഴയ നിയമത്തിലെ സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെ സംഭവം ഈ ഷോയിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന സുവിശേഷ ഭാഗം ഏതാണെന്നായിരുന്നു. ഉത്തരം യോഹന്നാൻ 12-ാം അധ്യായം 32-ാം വാക്യം. രണ്ടാമത്തെ ചോദ്യം, ദൈവ ആരാധനയിലെ ശുശ്രൂഷകരായ ഡീക്കന്മാർ ആരുടെ പ്രതീകമാണ്? ഉത്തരം മാലാഖമാർ. ഇനി വിജയികൾ ആരെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചുമാണ്. ഈശോ തൻ്റെ അന്ത്യ അത്താഴ വേളയിൽ തൻ്റെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞുമാക്കി മാറ്റിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. വിശുദ്ധ കുർബാനയിലെ സജീവവും ഭക്തിപൂർവമായ പങ്കാളിത്തത്തിന് അവയിൽ നാം ഉപയോഗിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. അപ്പം നമുക്ക് വിശുദ്ധ കുർബാനയിലുള്ള അടയാളങ്ങളും പ്രതീകങ്ങളും എന്തൊക്കെയാണെന്ന് ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയേ. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള അടയാളങ്ങൾ? ആ അടയാളങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. രണ്ട് ഗ്രൂപ്പുകാരും ചർച്ച ചെയ്തോ? ഉത്തരങ്ങൾ കണ്ടുപിടിച്ചോ? ആരാ ആദ്യം പറയുന്നേ? പറയൂ. പ്രദക്ഷിണം വെക്കുന്നത്, ബലിപീഠത്തെ ചുംബിക്കുന്നത്, സമാധാനം ആശംസിക്കുന്നത്. നമുക്കൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. സെക്കൻഡ് ഗ്രൂപ്പുകാർ എന്തൊക്കെ കണ്ടുപിടിച്ചു? കൈകളികൾ ശുശ്രൂഷ, മുട്ടിന്മേൽ നിൽക്കുന്നത്, അപ്പവും മീനും, പിന്നെ കർട്ടൻ തുറക്കുന്നത്. ഇതൊക്കെ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് നമുക്കറിയാവോ? പാപം മോചിക്കുന്നതായിട്ട് കൈകൾ ശുശ്രൂഷ, പിന്നെ മുട്ടയിൽ നിൽക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ ആയിട്ട്, പിന്നെ സ്വർഗം തുറക്കുന്നതായിട്ട് അൾത്താരയിൽ തുറക്കുന്നത്. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടല്ലേ സോന? ഉണ്ട്. നമുക്കങ്ങ് തീർക്കാം. നമുക്ക് ജോസച്ചനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഞങ്ങളുടെ കൺഫ്യൂഷൻസും ഡിലേമെൻസ് എല്ലാം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ജോസച്ചനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രേക്ഷകരെ, ആരാധനയെ പറ്റി നമ്മൾ പഠിച്ചു, അടയാളങ്ങളും പ്രതീകങ്ങളും നമ്മൾ പഠിച്ചു. ഇന്ന് ഈ ക്ലാസ്സിലൂടെ, ഈ വിശ്വാസ പരിശീലന കളരിയിലൂടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയിൽ സഭാസമൂഹത്തെ ഒന്നിച്ചു കൂട്ടുന്ന തിരുസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, യേശുനാഥൻ തിരുവത്താഴ സമയത്ത് തൻ്റെ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് ഭക്ഷിക്കുവിനെന്ന്. ഇതേ തുടർന്ന് തൻ്റെ തിരുക്കരങ്ങളിൽ കാസായിൽ വീഞ്ഞെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലിക്കൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതെൻ്റെ തിരുരക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിനെന്ന്. മനോഹരമായ പ്രതീകവും അടയാളവും അപ്പത്തെയും വീഞ്ഞിനെയും തൻ്റെ ശരീരത്തോടും രക്തത്തോടും ഉപമിച്ചുകൊണ്ട് പ്രതീകമായി നമുക്ക് നൽകുകയാണ്. സഭയുടെ ആരാധനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ഇതുതന്നെയാണ് കാണുന്നത്. യേശുനാഥൻ്റെ ജനനം, പരസ്യജീവിതം, പീഡാനുഭവം, ഉദ്ധാനം, ഇതെല്ലാം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുകയാണ് വ്യത്യസ്തമായ അടയാളങ്ങളിലൂടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഈ വ്യത്യസ്തമായ അടയാളങ്ങളും അതിൻ്റെ അർത്ഥവും എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്?
പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ അടയാളങ്ങളുടെ, ഈ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പൂർത്തിയാവുകയാണ്. നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹം ജനിപ്പിക്കുകയാണ്, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോൾ. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാം ഈ പ്രതീകങ്ങളുടെ, ഈ അടയാളങ്ങളുടെ അർത്ഥം എന്താണ് എന്നുള്ളത്. ദേവാലയത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമേ തന്നെ മദ്ബഹ, കിഴക്ക് പടിഞ്ഞാറായി സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ പണിയുന്ന ദേവാലയത്തിൻ്റെ കിഴക്കേ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മദ്ബഹ. ഹൈക്കലയിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹം നിൽക്കുന്ന വേദിയിൽ നിന്ന് 3 പടി ഉയർത്തി സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ മദ്ബഹ എന്ന് പറയുന്നത്. സ്വർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്, പ്രതിദാനം ചെയ്യുന്നതാണ് ഈ മദ്ബഹ എന്ന് പറയുന്നത്. അതോടൊപ്പം സ്വർഗത്തിലായിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ പുരോഹിതൻ നമുക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നത്. സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ മദ്ബഹ എന്ന് പറയുന്നത്. നമുക്കറിയാം, സമൂഹത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് അല്പം ഉയർത്തപ്പെട്ട് 3 സ്റ്റെപ്പ്, നമുക്കറിയാം ദേവാലയത്തിലേക്കാണെങ്കിൽ 3 സ്റ്റെപ്പ് മുകളിലായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ അൾത്താര അല്ലെങ്കിൽ മദ്ബഹ, ബലിവേദി ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അത് സ്വർഗം ഭൂമിയിൽ നിന്ന് അല്പം ഉയർന്ന് നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മദ്ബഹായിൽ കാണുന്നതാണ് ബലിവേദി. അൾത്താര എന്ന് പറയുന്നത് നമ്മൾ മദ്ബഹായിൽ കാണുന്നതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യേക ദൈവത്തിൻ്റെ സിംഹാസനം. അതോടൊപ്പം തന്നെ അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുമുണ്ട്. ഈ ബലിവേദിക്ക്, അൾത്താരയ്ക്കുള്ള മറ്റൊരർത്ഥമാണ് ഈശോയുടെ കബറിടം. പുരുഷൻ മരിച്ച് ഈശോയെ സംസ്കരിച്ച കബറിടം എന്നുകൂടിയാണ് ഈ ബലിവേദിയെ പറയുന്നത്. അതോടൊപ്പം സ്വർഗത്തിലേക്കുള്ള കോവണി അല്ലെങ്കിൽ ചവിട്ടുപടി എന്നുകൂടി ഈ ബലിവേദിയെ പറ്റി പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പുരോഹിതൻ ബലി അർപ്പിക്കുന്ന അൾത്താരയ്ക്കുള്ള അർത്ഥം. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, സ്വർഗത്തിലേക്ക് നോക്കിയാണ് നമ്മൾ ആരാധിക്കുന്നത്, കുർബാന അർപ്പിക്കുന്നത്. അവിടെ ആയിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സിംഹാസനത്തിലാണ് വൈദികൻ ബലി അർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി കണ്ടതാണ് കെസ്ത്രോമ എന്ന് പറയുന്ന സ്ഥലം, ഗായക സംഘം നിൽക്കുന്ന സ്ഥലം. അവിടെ വചനവേദി അല്ലെങ്കിൽ ബേമ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കുർബാനയുടെ ആദ്യ ഭാഗം, ആമുഖ ശുശ്രൂഷയും വചനഭാഗവും അർപ്പിക്കുന്ന ഇടമാണ് ബേമ അല്ലെങ്കിൽ വചനവേദി എന്ന് പറയുന്നത്. അവിടെ എന്താണ്? കുർബാനയുടെ ആദ്യ ഭാഗത്തിരിക്കണം. ഭൂമുഖത്തുള്ള ജെറുസലേം ആയിക്കൊണ്ടാണ്, ഭൂമുഖത്തുള്ള ജെറുസലേമിനെയാണ് ഈ വചനവേദി അല്ലെങ്കിൽ ബേമ എന്ന് പറയുന്ന ആ ബലിപീഠം അർത്ഥമാക്കുന്നത്. അവിടെയാണ് പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം നടക്കുന്നത്. വരും എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നതാണ് അവിടെ നടക്കാൻ പോകുന്ന ആമുഖ ശുശ്രൂഷയെ പറ്റിയും വചന ശുശ്രൂഷയെ പറ്റിയും. ഈ ലോകത്തിലേക്ക് വന്ന യേശുവിനെ പ്രദാനം ചെയ്യുന്നത്, ജെറുസലേമിൽ വന്ന യേശു. അപ്പോൾ ജെറുസലേം, ഈ ഭൂമുഖത്തുള്ള ജെറുസലേമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ബേമ സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം മുൻപോട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടതുപോലെ ഹൈക്കല, ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലമാണ് ഹൈക്കല. അവിടെയാണ് സമൂഹം ഒന്നായി നിന്ന് ഏകസ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സ്ഥലങ്ങളെപ്പറ്റി നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, അടുത്തത് പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവസ്ത്രങ്ങൾ. വൈദികൻ അണയുന്ന തിരുവസ്ത്രങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്കറിയണ്ടേ? നമുക്കറിയാം, നിങ്ങൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു ഏതൊക്കെയാണ് തിരുവസ്ത്രങ്ങൾ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണെന്ന് അറിയാവോ? അറിയാച്ച കുത്തീന, കാപ്പ, ഊറാറ, സന്ത. ഓക്കെ, വെരി ഗുഡ്. വൈദികൻ അണിയുന്ന തിരുവസ്ത്രങ്ങൾ, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്, പഠിക്കുവാൻ പോകുന്നത്. വൈദികൻ പരിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ആദ്യത്തേതാണ് കൊത്തീന. പുതിയൊരു മനുഷ്യനെ ധരിക്കുന്നതിൻ്റെ അർത്ഥമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈദികൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് ധരിക്കുന്ന ആദ്യത്തെ വസ്ത്രം കൊത്തീനയാണ്. അത് പാപങ്ങളെല്ലാം മാറ്റി ഒരു പുതിയ മനുഷ്യനായി തീർന്നുകൊണ്ട് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്നതിൻ്റെ അർത്ഥം കൊത്തീനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതിന് മുകളിൽ ധരിക്കുന്നതാണ് ഉറാറ. വൈദിക ശുശ്രൂഷയെ പറ്റി അധികാരത്തെയും വൈദിക പുരോഹിതൻ്റെ അധികാരത്തെയും അതോടൊപ്പം തന്നെ ശുശ്രൂഷ ചെയ്യുവാനുള്ള തൻ്റെ പൗരോഹിത്യ ധർമ്മത്തെയും സൂചിപ്പിക്കുന്നതാണ് ഉറാറ. അതിന് പുറമെയായി സുനാറ എന്ന് പറയുന്നത് അരക്കെട്ട്. ശുശ്രൂഷ ചെയ്യുവാനുള്ള സന്നദ്ധതയാണ് അതുവഴിയായിട്ട് വൈദികൻ പ്രകടിപ്പിക്കുന്നത്. കൊത്തീനയ്ക്ക് മുകളിൽ കിട്ടുന്ന അരക്കെട്ട് അല്ലെങ്കിൽ സുനാറ എന്ന് പറയുന്നത് അതുവഴിയായിട്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള തൻ്റെ സന്നദ്ധത, അതാണ് വൈദികൻ പ്രകടിപ്പിക്കുന്നത്.
അതിനുശേഷം സന്ധേ എന്ന് പറയുന്നുണ്ട്. വൈദികൻ ധരിക്കുന്നതാണ് കൈ ഉറകൾ, 2 കൈ ഉറകൾ. തൻ്റെ കൈകൾ ഈ ശുശ്രൂഷ ചെയ്യുവാൻ സന്നദ്ധമാണ് എന്ന് അർത്ഥം വരുന്നതാണ് ഈ സന്ധേ. ഇത് ധരിക്കുന്ന വഴിയായിട്ട് വൈദികൻ പ്രഘോഷിക്കുകയാണ്, ഈ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി എൻ്റെ കൈകൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വൈദികൻ 2 കൈയുറകൾ ധരിക്കുന്നത്. അതിനുശേഷമാണ് ഏറ്റവും പുറത്ത് കാപ്പ. അത് ഒരു ഇടയൻ്റെ ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ് ഏറ്റവും പുറത്ത് ധരിക്കുന്ന കാപ്പ. ദൈവനീതിയെയും വൈദികൻ ധരിക്കുന്ന ദൈവനീതിയെയും അതോടൊപ്പം തന്നെ ഒരു ഇടയൻ്റെ ധർമ്മമാണ് ഈ കാപ്പ ധരിക്കുന്നതിലൂടെ വൈദികൻ നിർവഹിക്കാൻ പോകുന്നത് എന്നാണ് ഇതുവഴിയായിട്ട് ആ വൈദികൻ പ്രഘോഷിക്കുന്നത്. നമ്മൾ സ്ഥലങ്ങൾ കണ്ടു, തിരുവസ്ത്രങ്ങൾ കണ്ടു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് വസ്തുക്കളാണ്. അച്ഛാ എഴുതിപ്പെടുന്ന ശോശപ്പ. വെരി ഗുഡ് ജെഫിൻ. അച്ഛൻ വിട്ടുപോയൊരു കാര്യമാണ്. തിരുവസ്ത്രങ്ങളിൽ പെടുന്നതാണ് ശോശപ്പയും. നമുക്കറിയാം, നമ്മളൊക്കെ കുർബാനയിൽ കാണുന്നതാണ്. കുർബാന മധ്യേ ശോശപ്പ കൊണ്ട് അപ്പവും വീഞ്ഞും മൂടുന്നത്. അതിനുശേഷം ഒരു അല്പം കഴിയുമ്പോഴത്തേക്കും അത് തുറന്ന് മടക്കി അതിനെ ചതുരാകൃതിയിൽ തിരുശരീരത്തെയും തിരുരക്തയെയും കവർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ശോശപ്പ എന്ന് പറയുന്നത്, അത് മൂടുന്നതിൻ്റെ അർത്ഥം ഈശോയെ കല്ലറയിൽ സംസ്കരിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ്, അടയാളമായിട്ടാണ്. അതിനുശേഷം അത് തുറന്ന് മടക്കി ഈ തിരുശരീരത്തിനും തിരുരക്തത്തിനും ചുറ്റും വെക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ശോശപ്പ തിരുവസ്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ അർത്ഥവും അടയാളവും ഇതാണ്. ഉത്ഥാനവും യേശുവിൻ്റെ തിരുക്കല്ലറയിൽ സംസ്കരിച്ചതിനെ പറ്റിയും അതോടൊപ്പം തന്നെ ഉത്ഥാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് വ്യത്യസ്തമായ വസ്തുക്കൾ, അതിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ പ്രതീകം എന്താണെന്നും ചിന്തിക്കാം. ക്രൈസ്തവ കുർബാനയിൽ നമ്മൾ കാണുന്നതാണ് കുരിശ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ കുരിശുമരണത്തെയും അതുവഴിയായി നമുക്ക് നൽകിയ രക്ഷയുടെ അടയാളവുമായിട്ടാണ് കുരിശ് ബേമയുടെ നടുഭാഗത്തായിട്ടും അതോടൊപ്പം തന്നെ അൾത്താരയിലും നമ്മൾ കുരിശ് കാണുന്നതാണ്. ഇത് രക്ഷകനായി നമ്മുടെ ഇടയിലേക്ക് വന്ന യേശുനാഥൻ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി കുരിശിൽ മരിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് കുരിശ് സ്ഥാപിക്കുന്നത്. അതോടൊപ്പം തന്നെ അൾത്താരയുടെ വലതുഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ ഗ്രന്ഥം സുവിശേഷം, ഇത് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്തിരിക്കുന്ന യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. യേശുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അൾത്താരയുടെ വലതുഭാഗത്തായിട്ട് നമ്മൾ സുവിശേഷം സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തതായി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നതാണ് അപ്പവും വീഞ്ഞും. യേശുവിൻ്റെ തിരുശരീരത്തെയും തിരുരക്തത്തെയും സൂചിപ്പിക്കുന്നതാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും. അതിനുശേഷം നമ്മൾ കാണുന്നതാണ് വിശുദ്ധ പാത്രങ്ങൾ. കാസായുണ്ട്, പീലാസയുണ്ട്, കുസ്തോദികളുണ്ട്. കാസായും പീലാസയും നമുക്കറിയാവുന്നതാണ്. അപ്പത്തെ വഹിക്കുന്നതിന് വേണ്ടി നമ്മൾ പീലാസയും, കാസ തിരുശരീരത്തെ വഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. കുസ്തോദികൾ നമ്മളറിയാം, തിരുശരീരത്തെ സമൂഹത്തിന് കൊടുക്കുന്ന തിരുശരീരത്തെ വഹിക്കുന്നതിന് വേണ്ടിയാണ് കുസ്തോദികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ദേവാലയങ്ങളും മദ്ബഹയോട് ചേർന്ന് ഒരു കിടാവിളക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് ലോകരക്ഷകനായ വെളിച്ചമായി വന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ്. നിരന്തരമായ സാന്നിധ്യം, ദേവാലയത്തിൽ വെളിച്ചമായി വന്ന യേശുവിൻ്റെ നിരന്തര സാന്നിധ്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് എല്ലാ ദേവാലയങ്ങളും കിടാവിളക്ക് നമ്മൾ തെളിച്ചു വെക്കുന്നത്. ഇതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് ആംഗ്യങ്ങളും നിലപാടുകളുമാണ്. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ ഉപയോഗിക്കുന്ന ആംഗ്യങ്ങളുണ്ട്. വ്യത്യസ്തമായ ആംഗ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, ഉപയോഗിക്കാറുണ്ട് പരിശുദ്ധ കുർബാനയിൽ. ആദ്യമേ തന്നെ നമുക്കറിയാം, പരിശുദ്ധ കുർബാനയിൽ കൂടുതൽ സമയം നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? നമ്മൾ നിന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പാപത്തിൽ മരിച്ചവരല്ല, മറിച്ച് ഉദ്ധിതരാണ് എന്ന് ആണ് ഇതിൻ്റെ അർത്ഥം. ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയാണെങ്കിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പ്രിയപ്പെട്ടവരെ, പ്രിയ പ്രേക്ഷകരെ, നമ്മൾ പാപത്തിൽ മരിച്ചവരല്ല, നമ്മൾ ഉദ്ധിതരാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത ഒരു നിലപാട്, ഒരാംഗ്യം നമ്മൾ എടുക്കുന്നത് ഇരിക്കുന്നതാണ്. വചനം ശ്രവിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ പ്രസംഗം ശ്രവിക്കുമ്പോഴൊക്കെ നമ്മൾ ഇരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുവാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ശുശ്രൂഷ പറയുന്നുണ്ട്, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുവാൻ വേണ്ടി സന്നദ്ധരാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇരിക്കുന്നത്. തുടർന്ന് വരുന്നത് എന്താണ്? നമ്മൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പലപ്പോഴായിട്ട് കുർബാന മധ്യേ മുട്ടിന്മേൽ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ, യാചിക്കുകയാണ്.
നമ്മുടെ അയോഗ്യത അംഗീകരിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള എൻ്റെ അയോഗ്യത ഞാൻ അംഗീകരിച്ചുകൊണ്ട് എൻ്റെ പാപങ്ങളും കടങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ കുർബാന പറ്റിയെ നമ്മൾ മുട്ടിന്മേൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നതാണ് കൈകൾ വിരിച്ചു പിടിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് നമ്മൾ കൈകൾ വിരിച്ചു പിടിക്കുന്നുണ്ട്. പുരോഹിതൻ വ്യത്യസ്തമായ പ്രാർത്ഥനാ സമയത്ത് കൈകൾ വിരിച്ചു പിടിക്കുന്നുണ്ട്. തൻ്റെ അയോഗ്യതയെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഇതാ ഞാൻ എളിയവനായ ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത് ഇതാ യാചനാരൂപത്തിൽ എന്നെ രക്ഷിക്കണമേ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് കൈകൾ വിരിച്ചു പിടിക്കുന്നത്. യാചനയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ അയോഗ്യത അത് ദൈവത്തിന് മുമ്പിൽ തുറന്നു പറയുവാൻ വേണ്ടിയാണ് കൈകൾ വിരിച്ചു പിടിക്കുന്നത്. കൈകൾ കൂപ്പി നിന്നുകൊണ്ട് പലപ്പോഴായിട്ട് നമ്മൾ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അങ്ങേ ബഹുമാനിക്കുന്നു. ആ ദൈവത്തെ നമ്മൾ പങ്കെടുക്കുന്ന ആ ആരാധനയുടെ മൂർത്തിഭാവമായ കേന്ദ്രബിന്ദുവായ യേശുവിനോടുള്ള എൻ്റെ ബഹുമാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൈകൾ കൂപ്പി പിടിക്കുന്നത്. അടുത്തതായി നമ്മൾ കാണുന്ന ഒരു ആംഗ്യമാണ് ചുംബനം. അൾത്താര ചുംബിക്കുന്ന വൈദികനുണ്ട്, സുവിശേഷത്തെ ചുംബിക്കുന്നുണ്ട്, സ്ലീവായെ ചുംബിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം അതിനോടുള്ള ബഹുമാനം, അൾത്താരോടുള്ള ബഹുമാനം. ആ അൾത്താരയിൽ നമ്മൾ വയ്ക്കുന്ന ശരണത്തെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ തിരുഗ്രന്ഥത്തിൽ നമ്മൾ വയ്ക്കുന്ന ശരണം, കുരിശിൽ നമ്മൾ വയ്ക്കുന്ന ശരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വൈദികൻ അൾത്താര ചുംബിക്കുന്നത്, തിരുവചനം ചുംബിക്കുന്നത്, അല്ലെങ്കിൽ സ്ലീവ അല്ലെങ്കിൽ കുരിശ് ചുംബിക്കുന്നത്. അടുത്ത ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആംഗ്യം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത് ധൂപാർപ്പണമാണ്. ആഘോഷമായ കുർബാനയിൽ, ഞായറാഴ്ച കുർബാനകളിൽ നിങ്ങൾ വ്യത്യസ്തമായ അവസരങ്ങളിൽ ധൂപാർപ്പണത്തെ പറ്റി കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളുടെ പ്രതീകമായിട്ടാണ് ധൂപാർപ്പണത്തെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പാപമോചനം യാചിക്കുവാൻ വേണ്ടി പണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ ധൂപബലികൾ അർപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രതീകവും കൂടിയായിട്ടാണ് ഈ ധൂപാർപ്പണത്തെ നമ്മൾ കാണേണ്ടത്. അതിൻ്റെ അർത്ഥം ഇതാണ്. ഈ ധൂപാർപ്പണ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതുപോലെ ഈ ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശ്രവിക്കണമേ എന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നുകൂടി ഈ ധൂപാർപ്പണ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇതിനുശേഷം നമ്മൾ കാണുന്നത് മറ്റൊരു പ്രതീകം, അടയാളം പലപ്പോഴും പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നതാണ് കുരിശടയാളം. കുരിശിൻ്റെ അടയാളത്താൽ ആശീർവദിക്കുന്നത്. വൈദികം പല പ്രാവശ്യമായിട്ട് സമൂഹത്തെ, ശുശ്രൂഷയെ ആശീർവദിക്കുന്നുണ്ട്. കുരിശടയാളം വരച്ചുകൊണ്ട് ബലിപീഠത്തിൽ കുരിശടയാളം വരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം ആ യേശു, രക്ഷകനായ യേശു, കുരിശിലൂടെ രക്ഷ തന്ന യേശുവാണ് നമ്മുടെയൊക്കെ രക്ഷ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് കുരിശടയാളം വരച്ചുകൊണ്ട് സമൂഹത്തെയും അതോടൊപ്പം തന്നെ അൾത്താരയിലുമൊക്കെ കുരിശടയാളം വരച്ചുകൊണ്ട് വൈദികൻ ആശീർവദിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ മറ്റൊരു അടയാളം, ഒരു പ്രതീകം നമ്മൾ കാണുന്നതാണ് കൈ കഴുകുന്നത്. കാഴ്ച സമർപ്പണത്തിന് തൊട്ടു മുമ്പായിട്ട് വൈദികൻ കൈ കഴുകുന്നുണ്ട്. തൻ്റെ പാപങ്ങളും കടങ്ങളും എല്ലാം കഴുകിക്കളയണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് കൈ കഴുകുന്നത്. അതിൻ്റെ പ്രതീകം എന്താണ്? പാപങ്ങളിൽ നിന്ന്, കറകളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്നാണ്. സമൂഹത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വൈദികൻ തൻ്റെ കൈ കഴുകുന്നത്. വൈദികൻ കൈ കഴുകി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കടങ്ങളും പാപങ്ങളും കറകളുമെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ കൂടി യോഗ്യരാക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കണം. ഇതാണ് ഈ കൈ കഴുകൽ ശുശ്രൂഷയുടെ അർത്ഥം. അവസാനമായിട്ട് നമ്മൾ കാണുന്ന വ്യത്യസ്തമായ പ്രദക്ഷിണങ്ങളാണ്. നമുക്കറിയാം, ആദ്യമേ തന്നെ ആമുഖ ശുശ്രൂഷയിൽ സങ്കീർത്തിയിൽ നിന്ന് ഒരുങ്ങി വരുന്ന വൈദികൻ ശുശ്രൂഷയോടൊപ്പം അൾത്താരയിൽ വന്ന് അവിടെ വണങ്ങിയതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുന്നത് ഈശോയുടെ മനുഷ്യാവതാരമാണ് ഇതിൻ്റെ അർത്ഥം. ആദ്യത്തെ പ്രദക്ഷിണത്തിൻ്റെ. രണ്ടാമതായിട്ട് സുവിശേഷവും വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ജെറുസലേമിലേക്ക് വന്ന യേശുനാഥൻ, സുവിശേഷ പ്രഘോഷനായ യേശുവിൻ്റെ പരസ്യ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് വൈദികൻ തൻ്റെ കൈകളിൽ തിരുശരീരവും തിരുരക്തവും എടുത്തുകൊണ്ട് അൾത്താരിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആ അൾത്താരിലേക്ക് വരുന്നതിൻ്റെ അർത്ഥമാണ് കാൽവരി മലയിലേക്ക് യേശുനാഥൻ പീഡകൾ സഹിച്ചുകൊണ്ട് പോയ ആ യാത്ര. ഇതാണ് ആ പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം. അങ്ങനെ വ്യത്യസ്തമായ പ്രദക്ഷിണങ്ങൾക്കും ഇതുപോലുള്ള അർത്ഥങ്ങളുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ അർത്ഥം, ഈ പ്രതീകങ്ങളുടെയും അടയാളങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ ആഴത്തിൽ അത് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം. അടയാളങ്ങളും പ്രതീകങ്ങളും പരിശുദ്ധ കുർബാനയിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. പരിശുദ്ധ കുർബാന പൂർണ്ണ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും
അതോടൊപ്പം തന്നെ ആ പരിശുദ്ധ കുർബാനയിൽ പങ്കൊള്ളുവാനും നമുക്ക് ഈ അടയാളങ്ങളും പ്രതീകങ്ങളും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് മുതൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അടയാളങ്ങളും പ്രതീകങ്ങളും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കി പരിശുദ്ധ കുർബാന പൂർണ്ണമായി പങ്കെടുക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി പങ്കെടുക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇനി തൊട്ടുള്ള വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴേക്കും നമ്മൾ ഈ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും ഒക്കെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പങ്കെടുക്കാൻ നാം ശ്രമിക്കണം. മനസ്സിലായോ? ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം 1, വിശുദ്ധ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടതിന്റെ അടയാളമായി വൈദികർ ധരിക്കുന്ന തിരുവസ്ത്രം ഏത്? ഒരിക്കൽ കൂടി, വിശുദ്ധ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടതിന്റെ അടയാളമായി വൈദികർ ധരിക്കുന്ന തിരുവസ്ത്രം ഏത്? ചോദ്യം 2, ദേവാലയത്തിൽ വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് എന്താണ്? ദേവാലയത്തിൽ വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് എന്താണ്? അയക്കേണ്ട ഫോമാറ്റ് നിങ്ങളുടെ പേര്, വീട്ടുപേര്, ഇടവക, 3A സ്പേസ് ഉത്തരം, 3B സ്പേസ് ഉത്തരം. അയക്കേണ്ട നമ്പർ 9495787676. ഈ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായോ വാട്സപ്പ് മെസ്സേജായോ നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കുക. സമ്മാനങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പ്രോത്സാഹന സമ്മാനവും 10 എപ്പിസോഡുകളിൽ തുടർച്ചയായിട്ട് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരവുമാണ് കടുകുമണി ഒരുക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വിശ്വാസ കളരി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിതവയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.